പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ പ്രധാന വാർത്തകളിലൊന്ന് ഹൈത്തം തത്തുബാനി ഹിസ്ബുള്ളയുടെ ഉപമേധാവിയുടെ വധവുമായി ബന്ധപ്പെട്ടാണ്. കൃത്യമായിട്ട് അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു 9 നില ഫ്ലാറ്റ് സമുച്ചയത്തിലായിരുന്നു. അതിലെ 3ഉം 4ഉം ഫ്ലോറുകൾ വളരെ കൃത്യമായി തന്നെ എയിം ചെയ്ത് തത്തുബാനിയെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 5 പേരെയും കൊല ചെയ്യുകയായിരുന്നു. എന്തായാലും ഇതിന് ഇസ്രായേലിന് മൊസാദിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കൃത്യമായി 3ഉം 4ഉം ഫ്ലോറുകൾ മാത്രമാണ് തകർന്നിട്ടുള്ളത് എന്ന വിശകലനങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെ ഹിസ്ബുള്ളയുടെ നേതൃനിരയെ ഇസ്രായേൽ പേജർ, വോക്കി ടോക്കി സ്ഫോടനങ്ങളിലൂടെയൊക്കെ ഇല്ലാതാക്കിയിരുന്നു, ടാർഗറ്റ് ചെയ്ത് തന്നെ. അതിനുശേഷം ഹിസ്ബുള്ളയെ പുനർജീവിപ്പിക്കുന്ന ദൗത്യമാണ് ഈ ഹൈത്തം തത്തുബാനി ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹം പകുതി ഇറാനിയും പകുതി ലെബനിയുമാണ്. അതായത് അദ്ദേഹത്തിന്റെ പിതാവ് ഇറാനിയും അദ്ദേഹത്തിന്റെ മാതാവ് ലെബനീസുമാണെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലും ഈ ഹൈത്തം തത്തുബാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇസ്രായേലിന്റെ നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച ഹൈത്തം തത്തുബാനി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നതോടൊപ്പം രാജ്യത്തിനെതിരെ ശത്രുക്കളെ സംഘടിപ്പിക്കുന്ന ഒരു ശത്രുവിനെ ഉന്മൂലനം ചെയ്തു എന്ന രീതിയിലാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അവകാശവാദം. എന്തായാലും ഹൈത്തം തത്തുബാനി ഹിസ്ബുള്ളയെ പുനഃസംഘടിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായിരുന്നു എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിനു ശേഷം ഹിസ്ബുള്ളയുടെ ശക്തി ലെബനീസ് ഗ്രാമങ്ങളിൽ ക്ഷയിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്രായേൽ വളരെ ടാർഗറ്റഡ് ആയിട്ട് ഹൈത്തം തത്തുബാനി വധിച്ചത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ലെബനിൽ നിന്ന് വരുന്ന ചില ആഭ്യന്തര സംഘർഷങ്ങളുടെ വാർത്തകൾ കൂടിയുണ്ട്. ലെബനീസ് ഗവൺമെന്റും ഹിസ്ബുള്ളയുമായിട്ട് വാക്പോരുകൾ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് ലെബനീസ് ഗവൺമെന്റ് ഈ അടുത്ത സമയങ്ങളിൽ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലെബനിൽ ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനും സൈന്യത്തെ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ ലെബനീസ് സർക്കാരിനും സേനയ്ക്കും മാത്രമേ അവകാശമുള്ളൂ എന്ന ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ലെബനീസ് സർക്കാരിന്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ മാസം അവസാനത്തോടു കൂടി ഹിസ്ബുള്ളയെ പോലെയുള്ള സൈനികങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും അവശേഷിപ്പിക്കരുത്, എല്ലാ ആയുധങ്ങളും ലെബനീസ് സർക്കാരിന്റെ കൈകളിൽ മാത്രമേ ഉണ്ടാകാവൂ എന്ന രീതിയിലുള്ള നിലപാടുകളുമായിട്ട് ലെബനീസ് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിശകലനങ്ങൾ വരികയാണ്. പക്ഷേ ഹിസ്ബുള്ള ഇതിനെ എതിർക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ്, ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ നിരാകരിക്കുവാനുള്ള നടപടികളുമായിട്ട് ലെബനീസ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നാണ്. എന്തായാലും ഇപ്പോൾ ലെബനീസ് സർക്കാരും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷ സാധ്യതകളുമൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായ യാഥാർത്ഥ്യമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും താൽക്കാലിക ശമനമുണ്ടായിരുന്ന പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാകുന്നു എന്ന് തന്നെയാണ് ഹൈത്തം തത്തുബാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ വലിയ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും IDFന്റെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഗോലൻ കുന്നുകളിൽ നിന്ന് ഇറാനിയൻ പ്രോക്സികളുടെ, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ഒക്കെ ആക്രമണം ഈ ഇസ്രായേലിന് നേരെ ഉണ്ടായേക്കാം എന്ന ഒരു വിലയിരുത്തൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിലെ അന്തർദേശീയ മാധ്യമങ്ങൾ നിൽക്കുന്ന ഏറ്റവും പ്രധാനമായ വാർത്ത. ഹൈത്തം തത്തുബാനിയുടെ മരണം കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങളെ എന്ന് തന്നെയാണ് പരമപ്രധാനമായ വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. പക്ഷേ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.